सब्सक्राइब करके इस मूवमेंट से जुड़िए। നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. യുവാക്കളുടെ ഒഴുക്ക് തുടരുന്നു. ആളിപ്പടരാനുറച്ച് ജന്തർ മന്ദർ, നാളെ നിർണായകം. റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല, സംരക്ഷിക്കാൻ കേന്ദ്രം. രാജിവെക്കും വരെ സമരമെന്ന് CJP. ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് പാറയിടിഞ്ഞു വീണു. ഹിമാചലിൽ 13 മരണം. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ. UK-യിലെ വിവിധ നഗരങ്ങളിൽ SFI പ്രതിഷേധം. സ്ത്രീകൾക്കെതിരെ വ്യാജ വാർത്തകൾ, നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ. റാപ്പർ വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബറിൽ കോഴിക്കോട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. യുവാക്കളുടെ ഒഴുക്ക് തുടരുന്നു. ആളിപ്പടരാനുറച്ച് ജന്തർ മന്ദർ, നാളെ നിർണായകം. ഡൽഹിയിൽ സമരം 35 ദിവസത്തിലേക്ക് എത്തുമ്പോഴും ജന്തർ മന്ദറിലേക്കുള്ള യുവാക്കളുടെ ഒഴുക്കിന് യാതൊരു കുറവുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പ്രക്ഷോഭകർ പറയുമ്പോൾ നിർണായകമാകുക നാളെ നടക്കാനിരിക്കുന്ന 3ാം ഘട്ട ചർച്ചയാണ്. മധ്യഡൽഹിയിലെ ഇന്റർനെറ്റ് നിയന്ത്രണത്തിലും നഗര സ്ഥിരാ കേന്ദ്രത്തിൽ മെട്രോ നിരോധനം ഏർപ്പെടുത്തിയതിലും പ്രതിഷേധം ശക്തമാണ്. പോലീസും അധികൃതരും കഴിയാവുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ആളുകൾ ജന്തർ മന്ദറിൽ എത്തുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴും ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ പ്രദേശത്തേക്ക് പിന്തുണയുമായി എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സമരപന്തലിലേക്ക് ചെല്ലാനും പരിക്കേറ്റ സമരക്കാരെ കാണാനുമുള്ള നീണ്ട നിരയാണ് സ്ഥലത്തുള്ളത്. വരി ഓരോ ദിവസം കഴിയുന്നതോറും നീളുകയാണ്. വൈകുന്നേരങ്ങളിലും രാത്രികളിലും കൂടുതൽ ആളുകളെത്തി വൻ പിന്തുണയാണ് നൽകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സമരവേദിയിലേക്ക് എത്തിരിക്കാൻ കർഷക നേതാക്കൾ, നിഖാങ്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നിവർ ഉൾപ്പെടുന്നു. ഇന്നും മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടുള്ള തടസ്സപ്പെടുത്തൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ളായിരുന്നു. ഉച്ച വരെ 17 സ്റ്റേഷനും ഉച്ച കഴിഞ്ഞ് ഒരു സ്റ്റേഷനും അടക്കം 18 സ്റ്റേഷനുകളാണ് അടച്ചിട്ടിരിക്കുന്നത്.
ഇതിനെതിരെ പൊതുജനവും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്റർനെറ്റ് നിയന്ത്രണവും ജന്തർ മന്ദറിന്റെ സമീപത്ത് തുടരുകയാണ്. വലിയ തോതിലാണ് ഈ നിയന്ത്രണം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യം തീരുമാനമായില്ലെങ്കിൽ രാജ്യവ്യാപകമായ സമരത്തിലാണ് യുവാക്കൾ തുടക്കമിടുക. റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബുട്ടു രാജിവെച്ചു. റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബുട്ടു രാജിവെച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജി സ്വീകരിച്ചു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. രാജ്യസഭാ MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കാലാവധി ജൂണിൽ അവസാനിച്ചിരുന്നു. ബിട്ടു രാജിവെച്ചതോടെ കേന്ദ്രമന്ത്രിസഭയിൽ വൈകാതെ അഴിച്ചുപണിയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ ചെറുമകനാണ് ബിട്ടു. 2024 BJPയിൽ ചേർന്നത്. പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് MP ആയിരുന്നു ബിട്ടു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തുടർന്നാണ് KC വേണുഗോപാൽ രാജിവെച്ച ഒഴിവിൽ രാജസ്ഥാനിൽ നിന്ന് BJP രാജ്യസഭാ അംഗമാക്കിയത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിട്ടു മത്സരിച്ചേക്കുമെന്നാണ് സൂചന. ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് പാറയിടിച്ച് വീണു ഹിമാചലിൽ 13 മരണം. ഹിമാചൽ പ്രദേശിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലേക്ക് പാറയിടിച്ച് വീണ് 13 പേർ മരിച്ചു. ചമ്പ ജില്ലയിലെ കില്ലാർ ഉദയ്പൂർ റോഡിൽ കൊടുനല്ലയിലാണ് അപകടം. മരിച്ചവരിൽ 6 മാസം പ്രായമായ കുഞ്ഞും ഉൾപ്പെടുന്നതാണ് വിവരം. കുളുവിൽ നിന്നും കില്ലാറിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. 15 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 2 പേർ രക്ഷപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പ്രദേശത്തെ ഒരു വലിയ പാറയുടെ ഭാഗം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് ഇടിഞ്ഞ് വീഴുകയും വാഹനം പൂർണ്ണമായും തകർന്നു. പിന്നാലെ വാഹനത്തിൽ തീപടരുകയും ചെയ്തു. വിവരം അറിഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ പുറത്തെടുത്തത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഉദയ്പൂർ കില്ലർ റോഡ് കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. അതിനാൽ ടിണ്ടിയിൽ തങ്ങിയ ഇവർ ഇന്ന് പാത തുറന്നതോടെയാണ് യാത്ര പുനരാരംഭിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. സംരക്ഷിക്കാൻ കേന്ദ്രം രാജിവെക്കും വരെ സമരമെന്ന് CJP. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. CJP പ്രതിനിധികളും കേന്ദ്ര സർക്കാരും ചേർന്ന് നടന്ന സമാധാന ചർച്ചകളിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രം കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് CJPയുടെ നിലപാട്. വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് കേന്ദ്രം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി നേതാക്കൾ പറഞ്ഞു. ചർച്ച നാളെ വീണ്ടും ഉണ്ടാകുമെന്നും CJP പ്രതിനിധികൾ അറിയിച്ചു. രാജ്യത്താകമാനം സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നിട്ടും കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാന സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്നത്തെ ചർച്ചയിൽ സമരാവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചെന്ന് CJP നേതാക്കൾ പറഞ്ഞു. 2 ആവശ്യങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂല നിലപാടാണെന്നും എന്നാൽ പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമായില്ലെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രതിനിധികൾ പറഞ്ഞു. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് LDF മാർച്ച് നടത്തും. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ആഗസ്റ്റ് 1, 3 തീയതികളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിൽ 692 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നീക്കിവെച്ചിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവതരിപ്പിച്ച ബജറ്റിൽ ഇത് 177 കോടിയാക്കി മാറ്റി. 515 കോടി രൂപയാണ് നിർദാക്ഷിണ്യം വെട്ടിമാറ്റിയത്. ഇതിന്റെ ഫലമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതി, അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയം എന്നിവയ്ക്കുള്ള തുക കൂടി മാറ്റിവെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കഴിയാതെ സ്ഥിതി വിശേഷമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ മുഴുവൻ ബഹുജനങ്ങളോട് LDF യോഗം അഭ്യർത്ഥിച്ചു. യോഗത്തിൽ CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KK രാഗേഷ് സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ചു. കൺവീനർ N ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജോയ് കുന്നക്കൽ, PS ജോസഫ്, KP മോഹനൻ, VK ഗിരിജൻ, KP പ്രശാന്തൻ, അജയ് പായം, PK രവീന്ദ്രൻ, M ഉണ്ണികൃഷ്ണൻ, K മനോജ്, ബാബുരാജ് ഒടുക്കൽ, D മുനീർ, KC ജേക്കബ് മാസ്റ്റർ, KP അനിൽകുമാർ, SMK മുഹമ്മദ് അലി, ബേബി സുരേഷ്, രതീഷ് ചിറക്കൽ, C വത്സൻ എന്നിവർ സംസാരിച്ചു. ഡൽഹി ചലോ. ഡൽഹിയിലേക്ക് പോകുന്ന സമരസഖാക്കൾക്ക് യാത്രയപ്പ് നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സമരസഖാക്കൾക്ക് യാത്രയപ്പ് നൽകി. DYFI മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രൻ യാത്രയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K അനുശ്രീ അധ്യക്ഷയായ ചടങ്ങിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ M വിജയൻ MLA, M ഷാജർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ 18 ബ്ലോക്കുകളിൽ നിന്നായി
21 സമരസഖാക്കൾ ട്രെയിനിൽ സമരയാത്ര നടത്തി സമരത്തിൽ അണിചേരും. 27 രാവിലെ സമരകേന്ദ്രത്തിൽ എത്തി സമരത്തിൻ്റെ ഭാഗമാകും. ഡൽഹിയിലെ വിദ്യാർത്ഥി പോരാളികൾക്ക് ഐക്യം പ്രകടിപ്പിച്ച് ജൂലൈ 27 ജില്ലാ കേന്ദ്രങ്ങളിലും ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ. UK വിവിധ നഗരങ്ങളിൽ SFI പ്രതിഷേധം. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി UK നഗരങ്ങളിൽ SFI UK പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ്. നോട്ടിംഗ്ഹാമിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100ലധികം വിദ്യാർത്ഥികൾക്ക് പുറമെ വിവിധ സംഘടനകളിലെ തൊഴിലാളികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. SFI ജോയിന്റ് സെക്രട്ടറി വിശാൽ ഉഷ ഉദയകുമാർ പ്രകടനത്തെ അഭിസംബോധന ചെയ്തു. റാഡ്ക്ലിഫിൽ ചന്ദ്രശേഖർ ആസാദിന്റെ രക്തസാക്ഷി ദിനത്തിൽ നടന്ന ഐക്യദാർഢ്യ പ്രതിഷേധത്തിൽ SFI UK വൈസ് പ്രസിഡന്റ് അപർണ വിനോദ് സംസാരിച്ചു. കാർഡിഫിലും വെയിൽസിലും നടന്ന പ്രതിഷേധങ്ങളിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് കരുത്തു പകരാൻ എഡിൻബർഗ്, ഗ്ലാസ്ഗോ, മാഞ്ചസ്റ്റർ, ലണ്ടൻ എന്നീ നഗരങ്ങളിൽ നേരത്തെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് നിലവിലെ വലതുപക്ഷ സർക്കാർ കാണിക്കുന്ന സമീപനത്തിൽ പ്രവാസ ലോകത്തെ വിവിധ ഭാഗത്തുള്ളവർ തങ്ങളുടെ അമർഷവും നിരാശയും രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ തലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളുമായി വിദ്യാർത്ഥികളും യുവാക്കളും ഒരു മാസത്തിലേറെയായി പ്രതിഷേധത്തിലാണ്. മെയ് ആദ്യം നടന്ന നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയതാണ് ഈ പരീക്ഷ. ഇതിന്റെ ആഘാതത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഇതേ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകളും പുതുതായി രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി ചേർന്നാണ് ന്യൂഡൽഹിയിൽ സമരം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഉരുവച്ചാൽ വാവോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പ് ആക്ഷേപങ്ങൾ ആഗസ്റ്റ് 5 വരെ അറിയിക്കാം. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ നഗരസഭയിലെ 17-ാം വാർഡ് ഉരുവച്ചാൽ, പെരളശ്ശേരി പഞ്ചായത്തിലെ 16-ാം വാർഡ് വാവോഡ് ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിന്മേലുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ആഗസ്റ്റ് 5 വരെ സ്വീകരിക്കും. ഉരുവച്ചാൽ വാർഡിൽ 1125 വോട്ടർമാരാണുള്ളത്. ഇതിൽ 584 സ്ത്രീകളും 541 പുരുഷന്മാരുമാണ്. വാവോഡ് ഈസ്റ്റ് വാർഡിലെ 1360 വോട്ടർമാരിൽ 740 സ്ത്രീകളും 620 പുരുഷന്മാരുമാണ്. അപേക്ഷകളും ആക്ഷേപങ്ങളും കേട്ട ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തുടർ നടപടി സ്വീകരിച്ച് ആഗസ്റ്റ് 17 അപ്ഗ്രേഡേഷൻ പൂർത്തിയാക്കും. ആഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. വാർഡ് കൗൺസിലർമാർ മരണപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടിടത്തും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇത് സംബന്ധിച്ച് നടന്ന യോഗത്തിൽ കളക്ടർ P. വിഷ്ണുരാജ് അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ധനീഷ് PM, പെരളശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദി ലക്ഷ്മൺ, മട്ടന്നൂർ നഗരസഭ സെക്രട്ടറി PN അനീഷ്, കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ജൂനിയർ സൂപ്രണ്ട് സുനിൽകുമാർ P എന്നിവർ പങ്കെടുത്തു. സ്ത്രീകൾക്കെതിരെ വ്യാജ വാർത്തകൾ, നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. പെൺകുട്ടികളെയും സ്ത്രീകളെയും നവമാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ കൂടി വരുന്നു. ഓൺലൈൻ ഉപയോഗങ്ങളിൽ സ്ത്രീകൾ ജാഗ്രത പുലർത്തണം. മുമ്പ് ഗാർഹിക പീഡന പരാതികളായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തി ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പരാതികളാണ്. കോടതിയിലുള്ളതും പോലീസ് അന്വേഷിക്കുന്നതുമായ പരാതികളിൽ തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുമ്പോൾ തകരുന്നത് പരാതി നൽകിയവരുടെയോ ഇരയായവരുടെയോ കുടുംബമാണെന്ന് കമ്മീഷൻ അംഗം ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ പരാതിക്കാരോ എതിർകക്ഷികളോ ആകുന്ന വാർത്തകളിൽ നിയമപരമായ കാര്യങ്ങളും സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കണം. സിറ്റിംഗിൽ 48 പരാതികൾ പരിഗണിച്ചതിൽ 9 എണ്ണം തീർപ്പാക്കി. 7 പരാതികളിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 32 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി ലഭിച്ച 3 പരാതികൾ ഫയലിൽ സ്വീകരിച്ചു. വഴിതർക്കം, സാമ്പത്തിക തട്ടിപ്പുകൾ, ഗാർഹിക പീഡനങ്ങൾ, സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള പരാതികളാണ് ജില്ലയിൽ കൂടുതലായി വന്നത്. ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണം ജില്ലാതല ഉദ്ഘാടനം നടത്തി. ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേരള സായുധ പോലീസ് ബറ്റാലിയൻ ആസ്ഥാനമായ മാങ്ങാട്ടുപറമ്പിൽ KP 4ാം കമാൻഡന്റ് രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അധ്യക്ഷനായി. യോഗത്തിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ഹരിയം, അസിസ്റ്റന്റ് കമാൻഡർമാരായ രാജീവൻ A, സാലു K. തോമസ്, ഹരിപ്രസാദ് MK, KAP മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാവന രമേശ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് MB മുരളി, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ബഷീർ VA, ബയോളജിസ്റ്റ് രമേശൻ, CP ഇൻസ്പെക്ടർ പുഷ്പലക്ഷൻ, മങ്ങാട്ടുപറമ്പ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ജില്ലാ വെക്ടർ ബോൺ ഡിസീസസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഷിനി KK ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡെങ്കിപ്പനി ബോധവൽക്കരണ പ്രദർശനവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ. റാപ്പർ വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ചോദ്യം ചെയ്ത് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തെ പിന്തുണച്ച് റാപ്പർ വേടൻ
പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. വേടന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെ കണ്ടാലറിയുന്ന 100ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജൂലൈ 22 പനമ്പള്ളി നഗറിൽ നടത്തിയ പരിപാടിക്കെതിരെയാണ് കേസ്. അനുമതി ഇല്ലാതെ പരിപാടി നടത്തിയെന്നും ഗതാഗത തടസ്സമുണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. CPM വിപരീത സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബറിൽ കോഴിക്കോട്. പാർട്ടിയുടെ സംഘടനാപരവും പ്രത്യയശാസ്ത്രപരമായ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ചേരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CS സുജാതയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ജനറൽ സെക്രട്ടറി MA ബേബി, PB അംഗങ്ങളായ പിണറായി വിജയൻ, വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, പാർട്ടിയുടെ പ്രകടനം, നേരിട്ട രാഷ്ട്രീയ വെല്ലുവിളികൾ, വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ സ്ഥിതി എന്നിവയാണ് റിപ്പോർട്ടിൽ പരിശോധിച്ചത്. കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനം മേൽഘടകം മുതൽ താഴെത്തട്ട് വരെ സമഗ്രമായി പരിശോധിച്ചാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പാർട്ടി അംഗങ്ങൾക്ക് പുറമെ പാർട്ടിയുമായി സഹകരിക്കുന്നവരിൽ നിന്നും പാർട്ടിക്ക് പുറത്തുള്ള വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നുമായി 10,000-കണക്കിന് പേരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം, പൊതുസമൂഹവുമായുള്ള ബന്ധം, പുതിയ തലമുറയിലേക്കുള്ള ഇടപെടൽ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രചരണം തുടങ്ങിയ മേഖലകളെക്കുറിച്ചാണ് പ്രധാനമായും അഭിപ്രായങ്ങൾ തേടിയത്. ഇവ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഘടകങ്ങളിൽ വരെ അവതരിപ്പിക്കും. പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സംഘടനാ സംവിധാനത്തിലും പ്രവർത്തന രീതിയിലും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനം. സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും കൂടുതൽ ഫലപ്രദമായ മുന്നേറ്റം ഉറപ്പാക്കുന്നതിനുള്ള കർമ്മപദ്ധതികൾ കോഴിക്കോട് ചേരുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി രൂപം നൽകുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളവട്ടണം പാലത്തിനും പുതിയതെരുവിലും റീടാറിംഗ് നടത്തണം. KV സുമേഷ് MLA കളക്ടർക്ക് നിവേദനം നൽകി. റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനാൽ ദേശീയപാതയിൽ വളവട്ടണം പാലത്തിനും പുതിയ തെരുവിനും റീടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് KV സുമേഷ് MLA കളക്ടർ P. വിഷ്ണുരാജിന് നിവേദനം നൽകി. മഴക്കാലമായതോടെ വളവട്ടണം പാലത്തിൽ റോഡ് തകർന്ന് നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കുഴികളിൽ കയറിയിറങ്ങിയ വാഹനങ്ങൾ മെല്ലെ പോക്കായതോടെ ഗതാഗത കുരുക്കം പതിവായി. പുതിയതെരുവിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ KV സുമേഷ് MLA നേതൃത്വത്തിൽ നടപ്പാക്കിയ താൽക്കാലിക ഗതാഗത പരിഷ്കരണം വിജയമായിരുന്നു. റോഡ് തകർന്നതിനാൽ ദേശീയപാതയിൽ വേളാവരം മുതൽ ഹൈവേ ജംഗ്ഷൻ വരെയും ഓവർലേ ടാറിംഗ് നടത്തി. ഇതിനിടയിലാണ് വളവട്ടണത്തും പുതിയതെരുവും ഇടയിൽ വീണ്ടും കുരുക്ക് രൂപപ്പെടുന്നത്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് കളക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. യുക്തമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. MK നാസർ നിര്യാതനായി. ഫുട്ബോൾ സംഘാടകനും സ്പോർട്സ് കൗൺസിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന MK നാസർ 66 നിര്യാതനായി. എറണാകുളത്ത് ആശുപത്രിയിലായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 കണ്ണോത്തുംചാലിലെ വസതിയിലെത്തിച്ചു. തുടർന്ന് സിറ്റി ജുമാ മസ്ജിദിൽ കവറക്കം നടത്തി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കായിക രംഗത്തെ 100കണക്കിന് ആളുകൾ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കണ്ണൂർ നഗരത്തിലെ കലാകായിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു നാസർ. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഭരണസമിതി അംഗമാണ്. കണ്ണൂർ വാരിയേഴ്സ് നേതൃത്വത്തിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ലീഗ് ഫുട്ബോൾ മത്സരത്തിന്റെ സംഘാടക സമിതി ജനറൽ കൺവീനറായിരുന്നു. കണ്ണൂർ ബ്രദേഴ്സ് ക്ലബിന്റെ കളിക്കാരനായാണ് കായിക രംഗത്ത് വന്നത്. കഴിഞ്ഞ 45 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. ശനിയാഴ്ച വൈകിട്ട് 4-ന് APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ അനുസ്മരണം നടക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.